ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ദോശമാവ് ഉപയോഗിച്ചിട്ട് ചെയ്യണ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി മാവ്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ള, അധികം വെള്ളമൊന്നും ചേർക്കാത്ത, ലൂസല്ലാത്ത ദോശമാവ് എടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് എടുക്കുക. ഇത്തിരി പുളിയുള്ള മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ സ്നാക്കിന് കേട്ടോ. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ദോശമാവ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ നല്ല കുമിച്ചെടുക്കുക, ഫുള്ളായിട്ട് എടുക്കുക. ചെറിയ ടീസ്പൂൺ ഫുള്ളായിട്ട് എടുക്കുക. ഇതേ അളവിൽ തന്നെ നമുക്ക് റവ ചേർക്കാം. റവ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. റവ വറുത്താണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്തതാണെങ്കിലും പ്രശ്നമില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ അരിപ്പൊടിയും, വറുത്തതായാലും വറുക്കാത്തതായാലും പ്രശ്നമില്ല. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഈ സ്നാക്ക് നമ്മൾ വളരെ ചെറിയതായതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളും ഇൻഗ്രീഡിയൻസും എല്ലാം നല്ല തരിതരിയായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പിന്നെ 1 തണ്ട് കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്. മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചധികം കറിവേപ്പില ചേർത്താൽ മതി. പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഒരു 3ഓ 4ഓ ഒക്കെ ചേർക്കാം. ഞാനിവിടെ മോളും കൂടി കഴിക്കുന്നതായതുകൊണ്ട് 1 പച്ചമുളക് ചേർക്കുന്നുള്ളൂ കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർക്കാം. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഓപ്ഷണലാണ്. മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. പക്ഷേ കായത്തിൻ്റെ മണം നല്ലതല്ലേ, അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട്, ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. ഇത് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ഉരുണ്ട് ഇത്തിരി ഇങ്ങനെ പഫി ആയിട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഈ ഒരു കട്ടിയിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യണതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. കുഴപ്പമൊന്നുമില്ല, സൺഫ്ലവർ ഓയിലായാലും മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നത്. ടീസ്പൂൺ യൂസ് ചെയ്തിട്ട്, ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഓരോരോ തവിയായിട്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് മൊരിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം തീയിൽ വെക്കുക. ടീസ്പൂൺ വെച്ച് ചെയ്യണതായിരിക്കും നല്ലത്. വലിയ സ്പൂണിനേക്കാളും നല്ലത് ടീസ്പൂൺ തന്നെയാണ്. ചെറിയ ബോളുകളായിട്ട് കടുക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടി കഴിക്കാനും നല്ല ക്രിസ്പി ആയിട്ട് അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ വരിക. അപ്പോൾ ഓരോ സൈഡും മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്പൂൺ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് വല്ലാണ്ട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും അകം കൊണ്ട് നല്ല സോഫ്റ്റുമാണിത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ മുളകമ്പന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ്. അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചായയുടെ കൂടെ നമുക്ക് ചുമ്മാ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.